സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സരിക കലാഭവൻ അതായത് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ. നമുക്കറിയാം സ്റ്റേജ് ഷോകളിൽ നമ്മളെല്ലാം വിസ്മയിപ്പിച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ് സരിക കലാഭവൻ. നമ്മളെല്ലാവരും കരുതിയത് എന്താണ്, ഒരു 100 ദിവസം ഇല്ലേ, പിന്നെ എന്താ പറയേണ്ടത്, ഒരു 80 ദിവസം ഒക്കെ സരിക അവിടെ ഉണ്ടാകും, നല്ലൊരു മത്സരാർത്ഥിയായിരിക്കാം, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പെർഫോം ചെയ്തത് കൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ദൃശ്യ വിരുന്നൊക്കെ അവിടെ നിന്ന് കിട്ടും എന്നൊക്കെയാണ് നമ്മളെല്ലാവരും കരുതിയത്. പക്ഷേ ബിഗ് ബോസിൽ പോയിട്ട് മറ്റുള്ളവരുടെ ഒരു ഷാഡോ ആയിട്ട് പ്രവർത്തിക്കാൻ, അതായത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരുടെ കമ്പനിയിൽ കൂടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നെന്താ പറയുക സരിക കലാഭവനെ പെട്ടെന്നെടുത്ത് വെളിയിൽ കളഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ പ്രേക്ഷകർ പോലും ആ ഒരു ഗ്യാങ്ങിനെ ഇഷ്ടപ്പെടുന്നില്ല. ആ ഗ്യാങ്ങിനെ പിന്നെ എന്തിനാണ് അവിടെ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് വേറെ ഓപ്ഷൻസ് ഇല്ല, അതുകൊണ്ടാണ് ആ ഗ്യാങ്ങിനെ അങ്ങനെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിൽ പോയത് കൊണ്ട് മാത്രമാണ് സരിക ഇന്ന് വെളിയിൽ ഇരിക്കേണ്ടി വന്നത്. അപ്പോൾ സരികയുടെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. വീണ മുകുന്ദൻ എന്ന് പറയുന്ന ഒരു പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു വ്യക്തിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് എന്നോട് പറഞ്ഞു 100 ദിവസത്തെ വസ്ത്രങ്ങൾ കൊണ്ടുപോകാൻ എന്നോട് പറഞ്ഞിരുന്നു, അത് പ്രകാരം കൊണ്ടുപോയി. അതുമാത്രവുമല്ല, വിശന്ന് പൊട്ടിക്കരഞ്ഞവരുണ്ട്, പക്ഷെ പലതും പുറത്തു വന്നിട്ടില്ല എന്നാണ് സരിക പറയുന്നത്. അതായത് ബിഗ് ബോസിന്റെ ഉള്ളില് ഭക്ഷണം കിട്ടാതെ പൊട്ടിക്കരഞ്ഞിട്ടും അവിടെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു മത്സരാർത്ഥികൾ ഏത് ചേതോ വികാരമാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം എനിക്ക് പിന്നെ മനസ്സിലാകുന്നില്ല. അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു അവകാശം എന്ന് പറഞ്ഞാൽ വസ്ത്രവും പിന്നെ അതുപോലെ തന്നെ മരുന്നും പിന്നെ ഭക്ഷണവുമാണ്. ഇത് മൂന്നും നിഷേധിച്ചിട്ട് ഒരു ഷോ ഇവിടെ വേണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ നല്ല രീതിയിൽ നമ്മളെ കാണിക്കാത്ത പല സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴും സരികയൊക്കെ വന്ന് ഇങ്ങനെ പറയുന്നത്. ഏതായാലും സരികയ്ക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിടിച്ച് പുറത്താക്കിയത് കൊണ്ടുള്ള ദേഷ്യം കാണും, അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും അവിടുന്ന് ഇറങ്ങി വരുന്നവർക്കൊക്കെ നമുക്കറിയാലോ, പെട്ടെന്ന് തന്നെ ഔട്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു വിഷമവും ദേഷ്യവും 1 ലക്ഷം രൂപയും 2 ലക്ഷം ഒക്കെ മുടക്കിയിട്ടാണ് ഇവർ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത്. വില കൂടിയ ഷൂകൾ വാങ്ങിക്കുന്നു, ഡ്രസ്സുകൾ വാങ്ങിക്കുന്നു. അങ്ങനെ വാങ്ങിച്ചതിന് ശേഷം അവിടെ എത്തിയിട്ട് പിന്നീട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ പുറത്താകുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു പേരിലാണ് ഇപ്പോഴും സരിക കലാഭവൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇനി സരിക കലാഭവൻ എന്ന് പറയുന്ന പേര് പോലും ഉപയോഗിക്കരുത്. കാരണം ഈ ബിഗ് ബോസിൽ പോയത് കൊണ്ട് അവർക്കുണ്ടായ ഒരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാഭവൻ എന്ന് പറയുന്ന ആ ഒരു പേര് കൂടി അവർ നശിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അവർക്ക് കലാഭവന്റെ ആ ഒരു പിന്നെ ഇതിലുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രോഗ്രാമുകളോ ഷോകളോ ഒന്നും അവർ പുറത്തെടുത്തിട്ടില്ല. അവരാകെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പലരെയും നന്നാക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെറുക്കുന്ന ജിസൈലിനെ പോലെയുള്ളവരെ ഭയങ്കരമായിട്ട് വെളുപ്പിക്കാനൊക്കെ നടന്നതിൻ്റെ ഒരു ഫലമാണ് ജനങ്ങൾ പിടിച്ച് പുറത്തിട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോഴും വെളിയിൽ വന്നിട്ട് വിശന്ന് പൊട്ടിക്കരഞ്ഞവരുണ്ട്, പലതും പുറത്ത് കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കുറച്ച് സിമ്പതി നേടാം. അല്ലെങ്കിൽ ഇതാ കണ്ടില്ലേ സരിക എല്ലാ കാര്യങ്ങളും പറയുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഒരാഴ്ചയൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാം. പക്ഷെ കൂടുതൽ ദിവസങ്ങളൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അതിനൊക്കെ ഒരു പരിമിതികൾ ഉണ്ടെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതായത് നിങ്ങളൊക്കെ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ വെച്ച് വിളിച്ചു പറയണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വന്നിട്ട് മാധ്യമങ്ങളോട് പറയണം, ദാ ഇന്ന പോലെ ഞങ്ങൾക്ക് ബിഗ് ബോസിനൊന്നും കിട്ടിയിട്ടില്ല, അത് വളരെ മോശമായ പരിപാടിയാണ്. പിന്നെ ബിഗ് ബോസ് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, അവിടെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 7ന്റെ പണിയായിരിക്കും, നിങ്ങൾക്കും അതുപോലെ 7ന്റെ പണിയായിരിക്കും. അപ്പോൾ അതെന്താ സരിതയ്ക്ക് മനസ്സിലാകാതെയാണോ സരിക പോയിരിക്കുന്നത്? അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള പണികൾ ഉണ്ടാകും, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമങ്ങൾ ഉണ്ടാകും, ഫുഡൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ ഉറക്കം ശരിയാകത്തില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു ഷോയിലേക്ക് പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇതുപോലെ കുറ്റം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായ പ്രവൃത്തിയാണ്. അതുമാത്രവുമല്ല, പിന്നെ തുണി വാങ്ങിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ 100 ദിവസത്തെ തുണിയൊക്കെ 100 പിന്നെ ദിവസത്തെ ഡ്രസ്സൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഒരു മനുഷ്യന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ജോഡി ഡ്രസ്സ് മതി. ഈ 10 ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴുകിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ചില ആൾക്കാർ പറയുന്നത് പോലെ അയ്യോ കഴുകിയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല, ബിഗ് ബോസ് അല്ലേ, 4 ആൾ കാണുന്നതല്ലേ, ലാലേട്ടൻ വരുമ്പോഴൊരു എപ്പിസോഡിന് നമുക്കൊരു ഡ്രസ്സ് വേണം, അതിന് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, ഏർപ്പാടും ചെയ്തിട്ട് പോകാലോ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചിട്ടായാലും പച്ച കടം വാങ്ങിച്ചിട്ട് 1 ലക്ഷം രൂപയൊക്കെ കടങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം
കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിലൊക്കെ പോകുന്ന ഷോ ആയതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കുമ്പോഴേ ആരും കൊടുക്കത്തൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു, വിശന്ന് പൊട്ടിക്കരഞ്ഞു, പലതും പുറത്തു വന്നില്ല എന്നൊക്കെയുള്ള സരിക കലാഭവൻ സരികയുടെ പരാതിയാണ് ഇന്ന് വീണ മുകുന്ദന്റെ മുന്നിൽ ഇങ്ങനെ കെട്ടഴിച്ച് വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരുപാട് പേര് ഇതേപോലെ വരാനുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് പറയും അവിടെ പലതും നടക്കുന്നുണ്ട്, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അത് നടക്കുന്നു, ഇത് നടക്കുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിന്നും പുറത്താക്കിയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദേഷ്യമുള്ളവരായിരിക്കും. അങ്ങനെ ദേഷ്യമുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാറുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സരിക വിളിച്ചു പറഞ്ഞതിൽ കൂടുതലായിട്ട് നമ്മൾ എടുക്കണോ എന്നൊന്നും ഞാൻ പറയില്ല. കാരണം വിശന്ന് വലഞ്ഞാരും അവിടെ പൊട്ടിക്കരഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരാളും ആക്രാന്തം മൂത്ത ആരുമില്ല. പിന്നെ ബിഗ് ബോസ് ആണ് അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരും മനുഷ്യരല്ലേ. അതായത് ഇവരുടെ വിശന്ന് കരഞ്ഞിരിക്കുമ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും അവിടെ പിന്നെ ഗെയിം കളിക്കാൻ കഴിയോ? അവിടെ എന്തൊക്കെ അസുഖങ്ങൾ വരാം, ഭക്ഷണം കിട്ടാതെ എന്തൊക്കെ അസുഖങ്ങൾ വരാം. ഏതായാലും അതിന് ലാലേട്ടനൊന്നും കൂട്ടേക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരിക്കലും ലാലേട്ടനെ പോലെയുള്ള ആൾക്കാർ അതിനൊക്കെ കൂട്ടുനിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ലാലേട്ടൻ വരെ മറുപടി പറയേണ്ടിയില്ലേ? അതായത് ലാലേട്ടനോടല്ലേ ചോദിക്കുക, നിങ്ങളൊക്കെ ഈ ഷോയിൽ പോയതല്ലേ, നിങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണം കൊടുക്കാണ്ട് നിന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി സരിക എന്താണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരാൾ വന്ന് വെറുതെ പറയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യമുണ്ടോ, ബിഗ് ബോസിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, പുറത്താക്കിയതിൻ്റെ ദേഷ്യമുണ്ടോ, പരിഭവമുണ്ടോ, പിന്നെ കലാഭവന്റെ പേര് പോയ ആ ഒരു വിഷമമുണ്ടോ, പേര് നല്ല രീതിയിൽ കളഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമമുണ്ടോ എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പിന്നെ അവിടെ എന്താന്ന് ഇങ്ങനെ പട്ടിണി കിട്ടി ഒരാളെ കൊല ചെയ്യും എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഒരുപാട് പേര് ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. ഇതുവരെ ആരും ഇങ്ങനെയൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഡ്രസ്സ് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഇപ്രാവശ്യം ഏഴിൻ്റെ പണിയായിട്ട് എടുത്തത് തന്നെയാണ്. അതായത് അവർ പറയുന്ന ഡ്രസ്സുകൾ ഇടുക, അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സുകൾ ഇടുക, അങ്ങനെ ഗെയിം കളിക്കുക എന്നുള്ളത് ബിഗ് ബോസിൻ്റെ തീരുമാനമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരോട് ഡ്രസ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് 100 ദിവസത്തെ ഡ്രസ്സ് ഇവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സരിക പറയുന്നത് പോലെ സരികയൊക്കെ മണ്ടത്തരമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഷോയിൽ പോകുമ്പോഴും നമ്മൾ ഒരാളും പൂർണ്ണമായിട്ടും അങ്ങനെ 100 ഡ്രസ്സൊന്നും വാങ്ങിച്ചു പോകരുത്. ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, ഏത് ഷോയുടെ പേരിലായി കഴിഞ്ഞാലും നമുക്ക് പണി കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് പ്രോഗ്രാമിന് പോകുമ്പോഴും ഏത് സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് പിന്നെ ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകൾ മാത്രം. ഏതായാലും സരിക കലാഭവൻ പറഞ്ഞതിൽ നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. പിന്നെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.